2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം കോൺഗ്രസിനുണ്ടായ ഒരു ആത്മവിശ്വാസം ചെറുതൊന്നുമല്ലായിരുന്നു. തങ്ങൾക്ക് തിരിച്ചു വരാനായി അല്ലെങ്കിൽ തങ്ങൾക്ക് തിരിച്ചു വരാനാകും. പ്രതിപക്ഷത്ത് ഇത്തവണ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ട് 2029 ഒരു അട്ടിമറിക്ക് ശ്രമിക്കാമെന്നുള്ള തരത്തിലുള്ള ചിന്താഗതികളൊക്കെ തന്നെയായിരുന്നു ഇന്ത്യ സഖ്യവുമായി മുന്നോട്ട് പോയിക്കൊണ്ട്. പക്ഷേ എല്ലാം അസ്ഥാനത്തായി പോയി എന്നുള്ളതാണ് ഒരു വാസ്തവമെന്ന് പറയുന്നത്. കാരണം ഒരു ചുക്കും നടക്കില്ല എന്നുള്ളത് കോൺഗ്രസിന് പോലും ഇപ്പോൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ, ഈ പറയുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും 16 നിലയിൽ പൊട്ടിപ്പാളീസായ കോൺഗ്രസിൻ്റെ ദയനീയ അവസ്ഥ BJPയെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായുള്ള ഒരു തിരിച്ചുവരവ്, ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വമ്പൻ തിരിച്ചുവരവ്. ഈ തിരിച്ചുവരവിൽ BJP ലക്ഷ്യമിട്ടതെല്ലാം തന്നെ നേടിക്കഴിഞ്ഞു. താനും കോൺഗ്രസിന് മേൽ അതിഭയാനകമായിട്ടുള്ള ഒരു ആപ്പടിച്ചിരിക്കുകയാണ് ഇപ്പോൾ BJP. അനങ്ങാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിൽ കോൺഗ്രസ് കുടുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി രക്ഷയില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കോൺഗ്രസിനെ പൊക്കിയടിച്ചവർ പോലും ഇപ്പോൾ കോൺഗ്രസിനെ തള്ളിപ്പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. BJPയുടെ തന്ത്രങ്ങളെല്ലാം തന്നെ ഏറ്റിരിക്കുന്നു. എല്ലാ സ്ഥലങ്ങളിലും BJP തുരുതുര ജയിക്കുന്ന ഒരവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. എന്തുപറ്റി കോൺഗ്രസിന്? എന്താണ് കോൺഗ്രസിൻ്റെ ഭാവി? എന്താണ് 2029 സംഭവിക്കാൻ പോകുന്നത്? ഉറപ്പിച്ചു പറയാൻ സാധിക്കും, 2029 BJP അതിശക്തമായി തിരിച്ചു വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 2024 കണ്ട കണക്കുമല്ല. BJP വലിയ തോതിലുള്ള ഭൂരിപക്ഷം നേടി BJP ഒറ്റയ്ക്ക് അധികാരത്തിലെത്തുന്ന തരത്തിലോട്ട് 2029 മാറുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന കണക്കുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 2024 നേടിയ 99 സീറ്റ് പോയിട്ട് 50 പോലും തികയ്ക്കാൻ പറ്റാതെ കോൺഗ്രസ് അതിദയനീയമായി തോൽക്കുന്ന ഒരു കാഴ്ചയായിരിക്കും 2029 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കാണാനായി പോകുന്നത്. 2029 തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ഇന്ത്യ സഖ്യമെന്ന് പറയുന്ന ആ സഖ്യം തന്നെ പിളർന്ന് തരിപ്പണമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കേണ്ട ഗതികേട് 2029 ഉണ്ടാകുമെന്നുള്ളത് വാസ്തവമാണ്. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾ കൊണ്ട് നടത്തിയ BJPയുടെ അതിഭയാനകമായിട്ടുള്ള ഒരു വമ്പൻ തിരിച്ചുവരവെന്ന് പറയുന്നത് അതിനിർണായകം തന്നെയായിരുന്നു. കാരണം കോൺഗ്രസിന് ഒന്ന് തലപൊക്കാൻ പോലും അവസരം കൊടുക്കാതെ അടിച്ചമർത്തി അങ്ങ് തേച്ചൊട്ടിക്കുന്ന തരത്തിലായി പോയി BJPയുടെ വമ്പൻ നീക്കങ്ങൾ എന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധിയെ പോലും, അതായത് 2024 തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധിയെ വീണ്ടും പൊക്കിക്കൊണ്ടുവരാൻ ശ്രമിച്ച കോൺഗ്രസിന് അതിദയനീയമായിട്ടുള്ള പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഒന്നുമല്ലാതായിരിക്കുന്ന അവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി ആർക്കും വേണ്ടാത്ത ഒരവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. എങ്ങനെയെങ്കിലും ആ സ്ഥാനമൊഴിഞ്ഞ് ഒന്ന് പോയാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് വരെ കൂടെ നിൽക്കുന്ന സഖ്യകക്ഷികൾ ഉൾപ്പെടെ അത്രത്തോളം അതിരൂക്ഷമായി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഹരിയാന മുതൽ തുടങ്ങിയ ഒരു വമ്പൻ തിരിച്ചടിയാണ് കോൺഗ്രസിന്. അതിഭയാനകമായിട്ടുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ഹരിയാനയിലേറ്റ വമ്പൻ തിരിച്ചടി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ കിടപ്പായിട്ടുള്ള ഒരു അവസ്ഥയായി പോയി എന്ന് പറയേണ്ടി വരും. ഒന്ന് തലപൊക്കാൻ പോലും സമ്മതിക്കാതെ വീണ്ടും 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 തലക്കടിച്ചിട്ട രീതിയിലുള്ള തോൽവികൾ ഏറ്റുവാങ്ങി കോൺഗ്രസിന്റെ അവസ്ഥ പരിതാപകരമായി മാറിയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മോദി 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ദുർബലനാകുമെന്ന് വിചാരിച്ചിരുന്ന എല്ലാവർക്കും ബോധക്ഷയമുണ്ടാവുന്ന തരത്തിൽ, അതായത് ഒറ്റയടിക്ക് കിളിപാറുന്ന തരത്തിലോട്ടുള്ള ഒരു വമ്പൻ വിജയങ്ങൾ നൽകിക്കൊണ്ട് മോദി അതിശക്തനായി തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അതായത് ഇപ്പോൾ BJP അതിഭയങ്കരമായിട്ട് സ്ട്രോങ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ BJPയിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി മുൻപത്തെക്കാട്ടിലും അതിശക്തനായി മാറിയിരിക്കുന്നു എന്ന് തറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. നരേന്ദ്രമോദിയെ തോൽപ്പിക്കാം അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ ദുർബലനാക്കാമെന്ന് വിചാരിച്ചവരൊക്കെ തന്നെ ഇപ്പോൾ മാളത്തിൽ ഒളിക്കുന്ന അവസ്ഥയിലോട്ട് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. സത്യം തുറന്നു പറയുകയാണെങ്കിൽ കോൺഗ്രസ് അതിദയനീയമായിട്ട് തോൽക്കാൻ പോവുകയാണ് 2029 എന്ന് ഉറപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. കാരണം 2024 ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു BJPയെ സംബന്ധിച്ചിടത്തോളം. കാരണം BJP
പല സാഹചര്യങ്ങളിലും പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു RSSന്റെ ഒരു പിന്തുണ BJPയെ സംബന്ധിച്ചിടത്തോളം 2024 വിചാരിച്ച കണക്ക് കിട്ടാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഈ പറയുന്ന UP, മഹാരാഷ്ട്ര, ഹരിയാന ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ. അതിന് കാരണം എന്താണെന്നുള്ളതും എല്ലാവർക്കും വ്യക്തമാണ്. പക്ഷേ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നരേന്ദ്രമോദി, അമിത്ഷാ നടത്തിയ വമ്പൻ നീക്കം, നരേന്ദ്രമോദി, അമിത്ഷാ, BJP അടക്കം നടത്തിയ വമ്പൻ നീക്കം അത് RSSനെ കൂടുതൽ BJPയോട് അടുപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങളായി മാറുകയും RSSന്റെ നിലവിലുള്ള BJPയോടുള്ള ആ ഒരു നീരസം മാറ്റുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷമാണ് BJP ഹരിയാനയിൽ മത്സരിച്ച് വമ്പൻ വിജയം നേടിയത്, മഹാരാഷ്ട്രയിൽ മത്സരിച്ച് വമ്പൻ വിജയം നേടിയത്. ഇപ്പോൾ ഇതാ ഡൽഹിയിൽ പോലും RSS അണ്ടർഗ്രൗണ്ട് വർക്ക് നടത്തി അവിടെ അതിനിർണായകമായിട്ടുള്ള ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വിജയം. അത് RSSന്റെ വിജയം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു കാര്യം ഉറപ്പാണ്, BJPയുടെ നട്ടല്ലെന്ന് പറയുന്നത് RSS തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ RSSന്റെ പിന്തുണയോടുകൂടി തന്നെയാണ് BJP ഇപ്പോൾ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഡൽഹി അടക്കം വമ്പൻ വിജയം നേടി വിജയിച്ചിരിക്കുന്നത്. ആ RSSുമായി തന്നെയാണ് BJP 2029 തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ 2024 സംഭവിച്ച ഒരു കാര്യമല്ല 2029 സംഭവിക്കാൻ പോകുന്നത്. 2029 BJP അതിനിർണായകമായിട്ടുള്ള സീറ്റുകൾ എല്ലാം തൂത്തുവാരിക്കൊണ്ട് വമ്പൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 99, 50 താഴെ പോകുന്ന, അല്ലെങ്കിൽ എത്ര പോലും കിട്ടുമെന്ന് അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളത് വ്യക്തമാണ്. ഇന്ത്യ സഖ്യം തകർന്ന് തരിപ്പണമാകുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ പോകുമെന്നുള്ളത് വ്യക്തമാകുന്ന തരത്തിലോട്ട് തന്നെയാണ് ഇപ്പോഴത്തെ നില എന്ന് പറയുന്നത്. ഒരു തിരിച്ചടി ലഭിച്ചാൽ, അല്ലെങ്കിൽ ഒരു പരാജയം ലഭിച്ചാൽ, അല്ലെങ്കിൽ ഒരു പിന്നിലേക്ക് വലിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അത് മനസ്സിലാക്കി, അത് പഠിച്ച് അതിൽ എന്താണ് തങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്ക്, എന്താണ് തങ്ങൾക്ക് പറ്റിയ പിഴവെന്ന് മനസ്സിലാക്കി തിരിച്ചു വരാനായിട്ടുള്ള ആർജവം കാണിക്കുന്നവർക്കാണ് വിജയമെന്നുള്ളത്. അതാണ് ഇപ്പോൾ BJP ഇവിടെ നടത്തിയിരിക്കുന്നത്. തങ്ങൾക്ക് എന്താണ് 2024 സംഭവിച്ചത്, തങ്ങൾക്ക് എവിടെയാണ് ആ ഒരു പിഴവ് പറ്റിയത്, അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ തന്ത്രപരമായിട്ട് തന്നെ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട്, എല്ലാം വളരെ കൃത്യമായിട്ട് തന്ത്രപരമായിട്ട് തന്നെ അതെല്ലാം തന്നെ തങ്ങളുടെ വശത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് ആ തെറ്റ് തിരുത്തി BJP മുന്നോട്ട് പോയി. അതിൽ അവർ വലിയ വിജയം, വലിയ നേട്ടം കൊയ്തു. അതിൻ്റെ തെളിവാണ് ഹരിയാന, മഹാരാഷ്ട്ര, ഡൽഹി എന്ന് പറയുന്നത്. ഇവിടെ കോൺഗ്രസിന് അത് നടന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കോൺഗ്രസിന് എവിടെ തെറ്റ് പറ്റിയെന്നോ, എവിടെയാണ് പിഴവ് പറ്റിയെന്നോ, എവിടെയാണ് മാറ്റേണ്ടതെന്നോ ഒരു എത്തും പിടിയും ഇല്ലാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് അവരുടെ പരിപൂർണ പരാജയം എന്ന് പറയുന്നത്. അവർ എന്നിത് മനസ്സിലാക്കുന്നു അന്ന് മാത്രമേ അവർക്ക് ഗതി പിടിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറത്തുള്ളൂ. അതല്ലെങ്കിൽ അവർ ഇങ്ങനെ തന്നെ തുടർന്ന് പോകേണ്ടി വരുമെന്നുള്ളത് സത്യസന്ധമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്.